പൂരനഗരി അങ്ങനെ പുരാവേശത്തിന്റെ പരകോടിയിലേക്ക് ആകാശത്തോളം ഉച്ചത്തിൽ ഉയരത്തിൽ ആവേശത്തിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് പാട്ടുകൾ കേൾക്കാം. കാന്താ ഞാനും വരാം പുരം കാണാൻ എന്ന് പൂരത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പാട്ടൊക്കെ ഇവിടെ കേൾക്കാം. എന്തായാലും ഇവിടെ കണിമംഗലം ശാസ്താവ് ഇവിടെ രാവിലെ ഐശ്വര്യപൂർണ്ണമായി സമാരംഭം കുറിച്ചിരുന്നു. നേരത്തെ തൃശ്ശൂർ പൂരത്തിന് ഇവിടെ വടക്കുന്നാഥന്റെ ഈ ഗോപുരനടയിലൂടെ കടന്ന് പടിഞ്ഞാറൻ നടയിൽ പോയി. അതിനുശേഷം ഓരോ ചെറുപൂരങ്ങളുടെ വരവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വന്നത് ചെമ്പൂക്കാവ് ഭഗവതിയാണ്. 7:45 ചെമ്പൂക്കാവ് ഭഗവതി. ഇത് കൃത്യം ടൈം ഷെഡ്യൂൾ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ ടൈം ഷെഡ്യൂൾ കൃത്യമായി പാലിച്ച് തന്നെയാണ് ഓരോ പൂരങ്ങളുടെയും വരവ്. നമുക്കറിയാം തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന കൃത്യമായ ടൈം ഷെഡ്യൂൾ 36 മണിക്കൂർ എന്ന് പറയുന്നത് കൃത്യമായി വിഭജിച്ച് കൃത്യസമയത്ത് തന്നെ ഒരു ഏതെങ്കിലും ഒരു സംഗതിക്ക് പോലും ഒരു ഇവന്റിന് പോലും ഏതെങ്കിലും തരത്തിൽ ഏതാനും മിനിറ്റുകൾക്ക് പോലും മാറ്റം ഉണ്ടാവാറില്ല. കൃത്യം അതേസമയം നടക്കുന്നതാണ്. അപ്പോൾ 7:45 വന്ന് ചെമ്പൂക്കാവ് ഭഗവതി, പനമുക്കുംപള്ളി ശാസ്താവ് ഇവിടെ കയറി, കാരമുക്ക് ഭഗവതി കയറി. ഇനിയിപ്പോൾ വരാനുള്ളത് ലാലൂരാണ്. ലാലൂർ ഭഗവതി കൂടി എത്തുന്നു. അപ്പോൾ അടിവച്ചടിവെച്ച് ഓരോരോ ചെറുപൂരങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഓരോരോ ചെറുപൂരങ്ങൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ പുരുഷാരം ഇങ്ങനെ ഇരമ്പി ആർത്ത് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. നൂറുകണക്കിന് പൂഴി വാരിയിട്ടാൽ ഭൂമിയിൽ വീഴാത്ത തരത്തിലുള്ള വലിയ പുരുഷാരം, ലക്ഷക്കണക്കിന് 15-16 ലക്ഷം മനുഷ്യർ ഇങ്ങോട്ടേക്ക് എത്തും. തെക്കുംകാട് മൈതാനത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ തെക്കുംകാട് മൈതാനം വലിയൊരു പുരുഷാരം കൊണ്ട് നിറയാൻ പോകുന്നു. പൂരത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. എന്താവശ്യപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു അത് പൂരം നൽകും. അതിപ്പോൾ മേളമാണ്, താളമാണ് ഇഷ്ടമെങ്കിൽ അതിനുള്ള മാക്സിമം എന്ന് പറഞ്ഞാൽ മടത്തിലൂർ പഞ്ചവാദ്യമടക്കം വെലഞ്ഞിത്തറ മേളമടക്കം അതിൽ കിട്ടാവുന്നതിൻ്റെ പരമാവധി പൂരം നൽകും. ഇനി ആനകളെയാണ് ഇഷ്ടമെങ്കിൽ സാക്ഷാൽ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രനടക്കം പാമ്പാട് രാജനടക്കം ഏറ്റവും വലിയ തലപ്പൊക്കങ്ങൾ, ഏറ്റവും വലിയ അഴകും അളകുമുള്ള കരിവീരന്മാരെ ഈ തൃശ്ശൂർ പൂരം നൽകും. ഇനി ഈ നിറച്ചാർത്തുകളോട് നിറങ്ങളോടാണ് താല്പര്യം ഇമ്പമെങ്കിൽ വൈകിട്ട് കുടമാറ്റത്തിലേക്ക് പോയാൽ അവിടെ ഈ പറഞ്ഞ നിറങ്ങളുടെ ഒരു മോഹിനിയാട്ടം, നിറങ്ങളുടെ ഭരതനാട്യം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സംഗതിയാണ്. അങ്ങനെ താളമേളങ്ങളാൽ വർണ്ണങ്ങളാൽ മുഖരിതമായി പൂരത്തിൽ അലഞ്ഞ് നടക്കുകയാണ് നമ്മൾ തൃശ്ശൂർ പൂരം. ഇപ്പോൾ അശ്വിൻ പാലാഴി ചേരുന്നത് സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ അടുത്ത് നിന്നാണ്. നീതലക്കാവലമ്മനോട് ഇടംപേറ്റി അല്പസമയത്തിനകം പൂരനഗരിയിലേക്ക് എത്തുകയാണ്. അശ്വിൻ, ഇവിടെ രാമന്റെ ആരാധകർ ശ്വാസമടക്കി പിടിച്ച് ചങ്കിടിച്ച് കാത്തിരിക്കുകയാണ്. എപ്പോൾ ഞങ്ങളുടെ ആരാധനാമൂർത്തി എത്തുമെന്നറിയാൻ എപ്പോഴേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രതീക്ഷിക്കണം അശ്വിൻ? ഹാഷ്മി, വരുന്ന വഴിയെല്ലാം ആവേശകരമായ സ്വീകരണമാണ് രാമന് ലഭിക്കുന്നത്. ഈ വീടുകളുടെ മുന്നിലൊക്കെ വിളക്ക് കത്തിച്ച് വെച്ച് സ്വീകരിച്ചുകൊണ്ടാണ് രാമനെ ഈ നീതലക്കാവിലമ്മയുടെ തിടമ്പുമായി പുറപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അമ്പലത്തിന് സമീപമുള്ള പുത്തിശ്ശേരി ക്ഷേത്രത്തിലേക്ക് രാമൻ കയറിയിരിക്കുകയാണ്. അവിടെ ചടങ്ങ് കഴിഞ്ഞ ശേഷമായിരിക്കും ഇവിടുന്ന് പുറപ്പെടുക. എന്തായാലും ഈ നീതലക്കാവിലമ്മയുടെ തിടമ്പേറ്റി ആ നട കടന്നു വരുമ്പോൾ വലിയ ആർപ്പുആരവങ്ങളോടെയാണ് രാമന് സ്വീകരണം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ അവിടെ ഒരു പൂരം നടക്കുന്നു. പക്ഷേ ഈ രാമനൊപ്പം വലിയൊരു പൂരത്തിനുള്ള ആളുകൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ആളുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരു പക്ഷേ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ ഈ രാമനെ അനുഗമിച്ചുകൊണ്ട് രാമന് മുന്നിലും പിന്നിലുമായി ഉണ്ട്. എന്തായാലും പൂരനഗരിയിലേക്ക് രാമൻ എത്തുമ്പോൾ അത് വലിയൊരു ആവേശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം ആരാധക വൃന്ദമുണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. എന്തായാലും ഇപ്പോൾ ഈ പുത്തുശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ഏകദേശം ഒരു 11 മണിയോടുകൂടി പൂരനഗരിയിലേക്ക് രാമൻ എത്തുമെന്നാണ് ഹാഷ്മി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇത്തവണ ഫിറ്റ്നസ് പരിശോധന പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഫിറ്റ്നസ് പരിശോധനയൊക്കെ പൂർത്തിയാക്കി ഇപ്പം എല്ലാ പൂരത്തിനും തൊട്ടുമുമ്പ് ഉണ്ടാകുമെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുണ്ടാകുമോ ഇതുണ്ടാകുമോ ചെറിയ ആശങ്കകൾ. പക്ഷേ പൂരത്തിൻ്റെ മുഹൂർത്തമാകുമ്പോഴേക്കും പൂരവിളംബരത്തിന് സമയമാകുമ്പോഴേക്കും ആശങ്കകളൊക്കെ അകന്ന് എല്ലാ പ്രശ്നങ്ങളും അകന്ന് കാര്യങ്ങൾ വളരെ സമംഗളമായി വളരെ ഭംഗിയായി പുരോഗമിക്കുന്നതാണ്. കഴിഞ്ഞ 222 വർഷത്തെ ഈ പൂരത്തിൻ്റെ ചരിത്രം ഓർത്തു നോക്കണം. 222 എന്ന് പറയുന്നത് 2 നൂറ്റാണ്ട് കാലത്തെ പഴയ ശക്തൻ തമ്പുരാന്റെ ഡിസൈനിൽ നടക്കുന്ന മാസ്റ്റർ ഡിസൈനിൽ നടക്കുന്ന ഒരു മാറ്റങ്ങളുമില്ല നടന്നു വരുന്ന ഒരു പൂരമാണ് പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ. ഇപ്പോൾ ആറാട്ടുപുഴ പൂരം എന്നൊക്കെ പറഞ്ഞാൽ ആനകളുടെ എണ്ണത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വെടിക്കെട്ടിന്റെ രൂപത്തിൽ വേറെ വലിയ പൂരങ്ങൾ തൃശ്ശൂർ പൂരത്തിനേക്കാൾ ഉണ്ടെങ്കിലും ഇതെല്ലാം സമഞ്ജസിക്കുന്ന അല്ലെങ്കിൽ സമ്മേളിക്കുന്ന ഒരു പൂരം. അതുകൊണ്ടാണ് ഇതിനെ പൂരങ്ങളുടെ പൂരം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ മേളപ്രേമികൾക്ക് താളപ്രേമികൾക്ക് ഇലഞ്ഞിത്തറയിൽ വിരനൂട്ടാൻ കിഴക്കൂട്ട് അനിയന്മാരുണ്ട്. രണ്ടിടത്തും 2 സ്ഥലങ്ങളിലും പ്രമാണിച്ച ഒരു താളക്കാരനാണ്, ചെണ്ടക്കാരനാണ്. കൊട്ടിക്കയറി കഴിഞ്ഞാൽ പിന്നെ പിന്നോക്കം പോവാത്ത പാണ്ഡി എന്ന വിശേഷമുള്ള ആളാണ് കിഴക്കൂട്ട് അനിയന്മാരാർ. അപ്പോൾ കിഴക്കൂട്ട് അനിയന്മാർ നമ്മൾ നേരത്തെ പെരുവനംകുട്ടന്മാരോട് സംസാരിച്ചു. പെരുവനംകുട്ടന്മാരാർ 24 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ദീർഘ തപസ്യ സബര്യ പൂർത്തിയാക്കി കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് പകരം കിഴക്കൂട്ട് അനിയന്മാരാർ വരുന്നത്. അദ്ദേഹത്തിന് 2ാം വർഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ദീർഘവർഷത്തെ 62 വർഷത്തെ പാരമ്പര്യമായി കിഴക്കൂട്ട് അനിയന്മാരാർ.
അപ്പോൾ അങ്ങനെ ഇലഞ്ഞിത്തറമേളം. പിന്നെ തിരുവമ്പാടിയിൽ ചേരാനെല്ലൂർ ശങ്കരകുട്ടിമാരാറുണ്ട്, മടത്തിൽ വരവിൽ കോങ്ങാട് മധുവുണ്ട്, പാറമേക്കാവ് രാത്രി പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പമാരാറുണ്ട്. ഇവരെല്ലാം കൂടി ചേർക്കുന്ന വല്ലാത്ത സിംഫണി. എസ് വിജയകുമാർ കൂടി ചെയ്യുന്നു. വിജയകുമാർ, ഇവിടെ സിംഫണി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താണ് ബിഥോവനെയോ മൊസാട്ടിനെയോ ഒക്കെ കേൾക്കുന്നതോ അതിനു മുകളിലോ അല്ലെങ്കിൽ അതിനോട് തുല്യമോ നിൽക്കാൻ കഴിയുന്ന വല്ലാത്ത സിംഫണി. അത് ഇലഞ്ഞിത്തറയാകട്ടെ, അത് പഞ്ചവാദ്യമാകട്ടെ, കോങ്ങാട് മധുവും കിഴക്കൂട്ട് അനിയന്മാരൊക്കെ തീർക്കുന്ന വല്ലാത്തൊരു വിരുന്ന് കാത്ത് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് താളപ്രേമികൾ അക്ഷമയോടെ കാത്തിരിപ്പാണ്. വിജയകുമാർ, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേളത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. കാരണം ഏതെങ്കിലും ഒരു മേളവാദ്യ കലാകാരൻ്റെ ചെണ്ടക്കോലിൽ എന്തെങ്കിലും ഒരു സമയത്തിൻ്റെ ഒരു സെക്കൻഡിൻ്റെ ഒരു അംശം എവിടെയെങ്കിലും ചെറുതായി ഒന്ന് പാളിയാൽ ആ മേളം കേൾക്കുന്നവർക്ക് അരോചകമാകും. പ്രത്യേകിച്ച് പാണ്ഡ്യയും പഞ്ചാരിയും ഒക്കെ ഈ മനോധർമ്മം അനുസരിച്ച് കൊട്ടുന്ന മേളങ്ങളാണ്. മനോധർമ്മം എന്ന് പറയുമ്പോൾ അധികം അതിൽ ഒരു നിയതമായ ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ ഒതുങ്ങി ആ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ മനോധർമ്മം പാലിക്കേണ്ട മേളമാണ് ഈ രണ്ടും. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒരു കലാകാരന് എവിടെങ്കിലും ചെറുതായി ഒരു സെക്കൻഡിൽ ഒരു അംശത്തിന്റെ പിഴവ് സംഭവിച്ചാൽ തന്നെ അത് ആ മേളത്തെ ആകെ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെ അരോചകമാക്കും. അതൊന്നും ഇല്ലാതെ മേളം നമുക്ക് ഒരു പാളിച്ചയും ഇല്ലാതെ പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനെ ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുകയാണ് പാണ്ഡ്യയിലും പഞ്ചാരിയിലും. ക്ഷേത്ര മതിൽക്കകത്ത് സാധാരണ പഞ്ചാരി മേളമാണുള്ളത്. പക്ഷേ ഇവിടെ ഈ പൂരത്തിന് അത് പാണ്ഡിമേളം തന്നെയാണ്. വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം നടയിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ ദൂരെ ഇലഞ്ഞി നമുക്ക് കാണാം. ഇത്തവണ ഇലഞ്ഞി പൂത്ത് നിൽക്കുകയാണ്. ഇലഞ്ഞി പൂവിൻ്റെ വളരെ മനോഹരമായ ഗന്ധം കൂടി ആസ്വദിച്ചുകൊണ്ട് ഏതാണ്ട് ഉച്ചവെയിൽ പതിയെ പടിഞ്ഞാറേക്ക് ചായാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ആ മേളം ആസ്വദിക്കാൻ കഴിയും. ഇത്തവണ നല്ല തണല്, ഇലഞ്ഞിപ്പൂവിൻ്റെ മണം, അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കാൻ അല്ലെങ്കിൽ അത് കാണാനും കേൾക്കാനും മേളാസ്വാദകർക്ക് കഴിയും. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളമാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം കിഴക്കൂട്ട് അനിയന്മാരാർ ഈ മേളത്തിൻ്റെ നമ്മളുടെ പാണ്ഡ്യമേളത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രമാണം ഏറ്റെടുക്കുകയായിരുന്നു. അത്ഭുതകരമായ ആസ്വാദക വൃന്ദത്തെ അദ്ദേഹത്തിന് ആ ഒരൊറ്റ മേളത്തിലൂടെ നേടാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന പാണ്ഡിമേളം, അതുപോലെ തന്നെ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് മടത്തിൽ വരവിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മസ്വം മടത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി. നമുക്ക് പൂരപ്പറമ്പിലെ മറ്റു കാഴ്ചകൾ കൂടി കാണേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ എസ് ശ്യാംകുമാറിലേക്ക് പോവുകയാണ്. ശ്യാംകുമാറിനൊപ്പം അതിഥികളുണ്ട്. ശ്യാംകുമാർ മറ്റു വിവരങ്ങൾ നൽകും. അതിനുശേഷം നമ്മൾ വടക്കുംനാഥന്റെ ചരിത്രം ഉറങ്ങുന്ന, ഐതിഹ്യം ഉറങ്ങുന്ന ഈ തെക്കേ ഗോപുര നടയിലേക്ക് തിരികെ വരും. ശ്യാമ, തുടരാം. ശ്യാമ കേൾക്കാമോ? ശ്യാമിന് കേൾക്കാമെങ്കിൽ ശ്യാമിനൊപ്പം അതിഥികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിൽക്കുന്നത് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടയിലാണ്. നമ്മൾ ഈ ഘടകപൂരങ്ങൾ വരുന്നു, കൊട്ടി മേളം കാഴ്ചവെച്ച് വടക്കുന്നാഥനെ വണങ്ങി മടങ്ങുന്നു. ആ ഘടകപൂരങ്ങളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ശ്യാമിന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്യാം? നിലവിൽ മടത്തിൽ വരവിൻ്റെ ഒപ്പമാണ് നമ്മളുള്ളത്. അത് അടുത്തുകൊണ്ടിരിക്കുന്നു. മടത്തിൽ വരവിനൊപ്പമാണ് നമ്മൾ ഉള്ളത്. മടത്തിൽ വരവ് ഇപ്പോൾ കടന്ന്, അതായത് വരുന്ന വഴിയിലൊക്കെ ഭക്തർ നൽകുന്ന പറവകളൊക്കെ ഏറ്റുവാങ്ങിയ, വഴിപാടൊക്കെ ഏറ്റുവാങ്ങിയാണ് മടത്തിൽ വരവ്
മുന്നോട്ട് വരുന്നത്. അത് ഏകദേശം ബ്രഹ്മസ്വം മഠത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് സിനിമാ താരം അപർണ ബാലമുരളി അവരുടെ വീടിന് മുന്നിൽ വെച്ച് അവിടെ പറ സമർപ്പിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും വലിയ ഒരു ജനത്തിരക്കിലേക്ക് അലിയുകയാണ് ഈ മടത്തൽ വരവിനൊപ്പം. തിരുവമ്പാടിയിൽ നിന്ന് മടത്തൽ വരവ് തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികം ആളുകളാണ് ഇപ്പോൾ മടത്തൽ വരവിനൊപ്പം ചേർന്ന് മുന്നോട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മടത്തൽ വരവ് ബ്രഹ്മസ്വം മഠത്തിലേക്ക് അടുക്കും തോറും പൂരത്തിന്റെ ആവേശത്തിൽ അലിയുകയാണ് ഈ പ്രദേശം ആകെ. ആളുകളുടെ ബാഹുല്യവും ആളുകളുടെ എണ്ണവും ഒക്കെ അത്തരത്തിലാണ്. ഇപ്പോൾ മൂന്നാനകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് മടത്തൽ വരവ് മുന്നോട്ട് വരുന്നത്. വലിയ പുരുഷാരത്തിന്റെ നടുവിലൂടെയാണ് തിരുവമ്പാടിയിൽ നിന്നുള്ള മടത്തൽ വരവ് പുറപ്പെട്ടിരിക്കുന്നത്. പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും ഒക്കെ അകമ്പടിയോടെ ആസ്വദിച്ചുകൊണ്ട് മടത്തൽ വരവ് മുന്നോട്ട് വരികയാണ്. അതിന് ആ മടത്തൽ വരവിനാണ് അല്പസമയം മുമ്പ് സിനിമാ താരം അപർണ ബാലമുരളി ഉൾപ്പെടെയുള്ളവർ അവിടെ പറ അർപ്പിച്ചുകൊണ്ട് മടത്തൽ വരവിന്റെ ഭാഗമായി തീർന്നത്. ഏതായാലും ബ്രഹ്മസ്വം മഠത്തിലേക്കുള്ള മടത്തൽ വരവ് അടുത്തു കഴിഞ്ഞു. ഇനി ഏകദേശം 2 കിലോമീറ്റർ കൂടി ഇവിടെ നിന്ന് ബ്രഹ്മസ്വം മഠത്തിലേക്കുള്ള ദൂരമുണ്ട്. ആ ദൂരത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ജനക്കൂട്ടം അതിന്റെയും ഒക്കെ ഇരട്ടിയാകും. ചൂട് വലിയ രീതിയിൽ കനക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ പൂരാവേശത്തെ ഒട്ടും ബാധിക്കുന്നില്ല എന്നുള്ളത് ഈ ആവേശത്തിലെ പങ്കാളിത്തവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോ പോയിന്റ് കഴിയുമ്പോഴും ഓരോ ചുവട് കഴിയുമ്പോഴും ആൾക്കൂട്ടം കൂടി വരികയാണ്. അങ്ങനെ മടത്തൽ വരവിനൊപ്പം തന്നെ വലിയൊരു ജനക്കൂട്ടമാണ് ഇപ്പോൾ. ബ്രഹ്മസ്വം മഠത്തിലേക്കുള്ള മടത്തൽ വരവ് അവരുടെ തിരുവമ്പാടിയുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. തിരുവമ്പാടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് തിടമ്പേറ്റുന്നത്. പാറമേക്കാവിൻ ഇത്തവണ ഗുരുവായൂർ നന്ദനാണ്. വളരെ അരുമയായ 2 ആനകൾ, പ്രിയപ്പെട്ട 2 ആനകൾ. അത് അല്പസമയത്തിനകം നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ മടങ്ങി വരാം. ബ്രഹ്മസ്വം മഠത്തിലേക്ക് മടത്തൽ വരവ് എത്തിയാൽ പിന്നെ അവിടെ പഞ്ചവാദ്യമാണ്. കൊങ്ങാട് മധു പ്രമാണം കൊട്ടുന്ന മടത്തൽ വരവ് പഞ്ചവാദ്യത്തിനുള്ള ഒരുക്കങ്ങൾ ബ്രഹ്മസ്വം മഠത്തിലെ അരയാൽ ചുവട്ടിൽ പുരോഗമിക്കുകയാണ്. നമുക്ക് അടുത്ത മണിക്കൂറിൽ പഞ്ചവാദ്യത്തിന്റെ മനോഹാരിതയിൽ അലിയാൻ കഴിയും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ നെയ്തലക്കാവ് അമ്മയുടെ എഴുന്നള്ളത്തിന് സജ്ജനായി, അല്ലെങ്കിൽ നെയ്തലക്കാവിലെ തിടമ്പേറ്റി നടന്നു വരുന്നുണ്ട്. അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഇത്തവണ എഴുന്നള്ളത്തിന് ഇറക്കാൻ ഘടകപൂരങ്ങൾ, പ്രത്യേകിച്ച് നെയ്തലക്കാവ് വലിയ തോതിൽ അവർ കുറേ സമയം ഒക്കെ അതിനായിട്ട് ചെലവഴിച്ചു. കോടതിയിലൊക്കെ പോകേണ്ടി വന്നു. ആനയുടെ ഫിറ്റ്നസ് പരിശോധനയിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളത്തിന് ഊർജ്ജസ്വലനാണ്, സജ്ജനാണ് എന്നറിയിക്കുകയും ഇന്നലെ നമ്മൾ കരുതി തെക്കേ ഗോപുരനട തുറക്കാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ ദേശക്കാരുടെ പ്രിയപ്പെട്ട രാമൻ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇന്നലെ എറണാകുളം ശിവകുമാർ ആയിരുന്നു. ഇന്ന് നെയ്തലക്കാവിലെ എഴുന്നള്ളത്തിന് ഘടകപൂരങ്ങളുടെ നെയ്തലക്കാവിലെ എഴുന്നള്ളത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുണ്ട്. അല്പസമയത്തിനകം പൂരപ്പറമ്പിലേക്ക് രാമരാജാവ് എഴുന്നള്ളും. ഇവിടെ ആളുകളൊക്കെ പറയുന്നത് പോലെ ആ രാമരാജാവിൻ്റെ എഴുന്നള്ളത്തിന് കാത്തു നിൽക്കുന്നവരുണ്ട് ഇവിടെ. എല്ലാവരും ആ സമയമാകുമ്പോഴേക്കും പടിഞ്ഞാറേ നടയിലേക്ക് എത്തും. തെക്കേ ഗോപുര നട വഴി ആ യാത്ര തുടരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പൂരപ്പറമ്പിലെ കാഴ്ചകളിലേക്ക്, വിശേഷങ്ങളിലേക്ക്, മനോഹാരിതയിലേക്കൊക്കെ തന്നെ മടങ്ങി വരും വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.